പക്ഷെ ഒരു കാര്യം മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കണം. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാപരമായി ചില ഭിന്നിപ്പുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ തങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആര് ഇവിടെ സമ്മേളനം നടത്തിയാലും എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ സംഘടനകൾ അഥവാ സുന്നികളുടെ സംഘടനകൾ നിങ്ങളെ എതിർക്കുക തന്നെ ചെയ്യും. അത് ഖിയാമത്ത് വരെ അതിവിടെ നടന്നുകൊണ്ടിരിക്കും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. മൗലവിക്ക് ഒരു ഹദീസും ഖുർആനും കൂടി നോക്കുമ്പോൾ ആ ഹദീസിന്റെ അർത്ഥം മൂപ്പർക്ക് മനസ്സിലാണില്ല. അതാണ് ഇപ്പൊ ഇതിന്റെ സത്യം. അപ്പൊ അത് ഖുർആനോട് എതിരാണ്, ഖുർആനോട് എതിരാണെന്ന്. ഇതാണ് ഖുർആനും ഹദീസും മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ പറയണത്. അപ്പൊ ഖുർആനോട് എതിരായി കൊണ്ട് ഒരു എന്ത് വിഡിത്തരാണ് ഈ പറഞ്ഞതെങ്കിൽ ഖുർആനോട് വിരുദ്ധമായി വരുന്ന ഹദീസിനെ തള്ളണം. ഹദീസിനെ എങ്ങനെ തള്ളാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അഖ്വാല് അഫ്ആലുകൾ തഖാരീറുകളല്ലേ ഹദീസുകൾ. അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആനെ മാത്രമേ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ വാദം ഞങ്ങൾക്ക് മനസ്സിലായി പോകണം. നിങ്ങൾ ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞപ്പോ ഹദീസ് നിങ്ങൾ തള്ളിക്കൊണ്ട് ഖുർആനോട് മാത്രം അതിൽ ഖുർആന്റെ ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറാം. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ച് മുമ്പെന്നെ മഹാന്മാരാവുന്ന ഞങ്ങളെ ഉസ്താദന്മാർ വിലയിരുത്തിയത് നിങ്ങൾ മുത്തദീങ്ങളാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അല്ലാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എതിരിൽ വരുന്നതായ സർവ്വ ദുശക്തികൾ അവരെ ശർറത്തൊട്ടൊക്കെ സമസ്തനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന് അല്ലാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. പിന്നെ ഞങ്ങൾ സുന്നികൾ തമ്മിൽ പല എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട്. അത് കണ്ട് ഞങ്ങൾ വയ്യാലെ കൊണ്ട ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരെ ആര് ശ്രദ്ധിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.